എല്ലാവർക്കും PSC വോയേജറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചാണ്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് 2024 നൽകിയത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയിച്ചതിലെ ജൂറി ചെയർമാൻ ആരായിരുന്നു? സുധീർ മിശ്ര. അപ്പം 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ ജൂറി ചെയർമാൻ സുധീർ മിശ്ര. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കാതൽ ദി കോർ. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോർ ആണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. മികച്ച നടൻ പൃഥ്വിരാജ്. ആടുജീവിതത്തിലെ മികച്ച അഭിനയത്തിനാണ് പൃഥ്വിരാജിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. മികച്ച നടി എന്ന കാറ്റഗറിയിൽ ഇത്തവണ 2 പേർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഉർവശിക്കും ബീന ആർ ചന്ദ്രനുമാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഉർവശിക്ക് ഇത് 6ാമത്തെ തവണയാണ് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് മികച്ച നടി എന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രന് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചു. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? ബ്ലസ്സിയെയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്. ആടുജീവിതത്തിന്റെ സംവിധാനത്തിനാണ് ബ്ലസ്സിക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടനുള്ള പുരസ്കാരം, മികച്ച സംവിധായകനുള്ള പുരസ്കാരം എന്നിങ്ങനെ ആടുജീവിതം 9 പുരസ്കാരങ്ങൾ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ കരസ്ഥമാക്കി. എത്ര പുരസ്കാരങ്ങളാണ്? 9 പുരസ്കാരങ്ങളാണ് ആടുജീവിതം കരസ്ഥമാക്കിയത്. അപ്പോൾ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ ജൂറി ചെയർമാൻ ആരായിരുന്നു? സുധീർ മിശ്ര. മികച്ച ചിത്രം കാതൽ ദി കോർ. മികച്ച നടൻ പൃഥ്വിരാജ്. മികച്ച നടി 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഉർവശിയും ബീന ആർ ചന്ദ്രനും. മികച്ച സംവിധായകൻ ബ്ലസ്സി. ഇനി നോക്കാം, മികച്ച 2ാമത്തെ ചിത്രം ഏതാണ്? ഇറാട്ട. മികച്ച 2ാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഇറാട്ടയാണ്. ഇതിന്റെ സംവിധായകൻ രോഹിത് MG കൃഷ്ണനാണ് ഇറാട്ട എന്ന ചിത്രത്തിന്റെ സംവിധായകൻ. മികച്ച സ്വഭാവ നടനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? വിജയരാഘവനെയാണ് മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുത്തത്. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവനെ മികച്ച സ്വഭാവ നടനായിട്ടും പൊമ്പളൈ ഒരുമൈ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീഷ്മ ചന്ദ്രനെ മികച്ച സ്വഭാവ നടിയായിട്ടും തിരഞ്ഞെടുത്തു. അപ്പോൾ മികച്ച സ്വഭാവ നടനാരാണ്? വിജയരാഘവൻ. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ. മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുത്തത് അവ്യക്ത് മേനോനെയും തെന്നൽ അഭിലാഷിനെയുമാണ് മികച്ച ബാലതാരങ്ങളായിട്ട് തിരഞ്ഞെടുത്തത്. മികച്ച ഛായാഗ്രഹണം ആടുജീവിതത്തിലെ ഛായാഗ്രഹകനായിട്ടുള്ള സുനിൽ KS മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച തിരക്കഥ രോഹിത് M കൃഷ്ണനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. ഇറാട്ട എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ് രോഹിത് M കൃഷ്ണന് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഇനി മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? വിദ്യാധരൻ മാസ്റ്ററെയാണ് മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുത്തത്. കനവേ മിഴിയിൽ ഉണരെ. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിലെ കനവേ മിഴിയിൽ ഉണരെ എന്ന ഗാനത്തിലെ ആലാപനത്തിനാണ് വിദ്യാധരൻ മാസ്റ്റർക്ക് മികച്ച ഗായകൻ എന്ന അവാർഡ് ലഭിച്ചത്. മികച്ച ഗായിക ആനി ആമി. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ തിങ്കൾ പൂവിൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ആനി ആമിക്ക് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. മികച്ച 2ാമത്തെ ചിത്രം ഏതാണ്? ഇറാട്ട. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ.
മികച്ച ബാലതാരം അവ്യക് മേനോൻ ആൻഡ് തെന്നൽ അഭിലാഷ്. മികച്ച ഛായാഗ്രഹണം സുനിൽ KS. മികച്ച തിരക്കഥ രോഹിത് M കൃഷ്ണൻ. മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ. മികച്ച ഗായിക ആനി ആമി. അടുത്തത് മികച്ച കലാസംവിധായകൻ മോഹൻദാസ്. മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുറ്റി, ശരത് മോഹൻ. റസൂൽ പൂക്കുട്ടിക്കും ശരത് മോഹനുമാണ് മികച്ച ശബ്ദമിശ്രണത്തിനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. ഫാസിൽ റസാഖാണ് മികച്ച നവാഗത സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത്. ഏത് ചിത്രത്തിലെ സംവിധാനത്തിനാണ് ഫാസിൽ റസാഖിന് ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചത്? തടവ് എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് ഫാസിൽ റസാഖിന് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അവാർഡുകൾ. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. ആരായിരുന്നു 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ ജൂറി ചെയർമാൻ? സുധീർ മിശ്ര. മികച്ച ചിത്രം കാതൽ ദിക്കോർ. മികച്ച നടൻ പൃഥ്വിരാജ്. മികച്ച നടി രണ്ടുപേരുണ്ട്, ഉർവശിയും ബീന ആർ ചന്ദ്രനും. മികച്ച സംവിധായകൻ ബ്ലസി. മികച്ച രണ്ടാമത്തെ ചിത്രം ഇറാട്ട. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ. മികച്ച ബാലതാരങ്ങൾ അവ്യക് മേനോൻ, തെന്നൽ അഭിലാഷ്. മികച്ച ഛായാഗ്രഹണം സുനിൽ KS. മികച്ച തിരക്കഥ രോഹിത് M കൃഷ്ണൻ. മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ. മികച്ച ഗായിക ആനി ആമി. മികച്ച കലാസംവിധായകൻ മോഹൻദാസ്. മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ആൻഡ് ശരത് മോഹൻ. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്